വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് ഇപ്പോൾ നീറ്റ് റിസൾട്ട് വന്നിട്ട് കത്തി നിൽക്കുന്ന സമയമാണ്. നീറ്റ് റിസൾട്ടിന് ശേഷം MBBS എടുക്കണോ, BDS എടുക്കണോ, PNYS എടുക്കണോ, BHMS എടുക്കണോ, അങ്ങനെ ഏത് കോഴ്സ് എടുക്കണമെന്ന് എല്ലാവരും കൺഫ്യൂഷനായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിലെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം? ഈ നീറ്റ് റിസൾട്ടിന് ശേഷം ഏതൊക്കെ കോളേജിലേക്ക് പോകാൻ പറ്റും? അപ്പോൾ ഏത് റൂട്ടിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ഇനി എന്ത് ചെയ്യണം? ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ വീഡിയോ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. ഓക്കെ ഗായ്സ്, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പറയാൻ പോകുന്നത് നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് സ്റ്റെപ്പ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക്, നിങ്ങൾ അഥവാ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനാവും. അഥവാ MBBS ആണോ, BDS ആണോ, അല്ലെങ്കിൽ ആയുഷ് കോഴ്സ് ആണോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിസൾട്ട് വന്ന ഉടനെ ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ റിസൾട്ട് നോക്കുക. സൈറ്റിൽ കയറി www.nta.nic.in അതിൽ കയറിയിട്ട് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക, എലിജിബിൾ ആണോ. ഇപ്പോഴത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് എങ്ങനെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടോപ്പ് മാർക്ക് നോക്കും, ടോപ്പ് സ്കോർ ചെയ്ത് ആരാ നോക്കും, ലോ സ്കോർ ചെയ്ത് ആരാ നോക്കും. അവർ രണ്ടാളെയും കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ നടുവുള്ള ആളെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ എലിജിബിലിറ്റി സെറ്റാക്കുന്നത്. അപ്പോൾ എലിജിബിലിറ്റി നോക്കുക. അതെന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ എലിജിബിലിറ്റിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കുക. എലിജിബിലിറ്റി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് സ്കോർ ആ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അത് നിങ്ങളുടെ ഫ്യൂച്ചറിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും നിർബന്ധമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ അപ്ലൈ ചെയ്യുക, അതിന് മുമ്പൊരു സ്റ്റെപ്പും കൂടി എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് കാറ്റഗറി, ഓൾ ഇന്ത്യ കാറ്റഗറി ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കാറ്റഗറി, ഏത് കാറ്റഗറിയിൽ റാങ്കും മാർക്കെല്ലാം നോക്കി വെക്കുക. ഇനി ചെയ്യേണ്ടത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് നോക്കുക. ജനറൽ കാറ്റഗറി ആണെങ്കിൽ OBC ആണോ, SC ST ഏത് കാറ്റഗറിയാണ് നോക്കുക. ജനറൽ കാറ്റഗറി ആണ് ഇപ്പോൾ കട്ട് ഓഫ് മാർക്ക് വരുന്നതെന്ന് വെച്ചാൽ 138. അതാണ് ഇപ്പോൾ മിനിമം എലിജിബിലിറ്റി മാർക്ക്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ OBC ST SC ഈ കാറ്റഗറിക്ക് വരുന്നത് 108. ഇതാണ് മിനിമം ക്വാളിഫിക്കേഷൻ. ഈ മാർക്ക് ഉണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് ഇനി പറയാൻ പോകുന്നത്. ഇനിയിപ്പം ചെയ്താൽ വെച്ചാൽ ഈ റിസൾട്ട് വന്ന് സ്കോർ മനസ്സിലായി, നിങ്ങൾ ഏത് കാറ്റഗറിയാണെന്ന് മനസ്സിലായി, ഏതാ റാങ്കിങ്ങും മനസ്സിലായി. ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഇനി അപ്ലൈ ചെയ്യാണ്. നിങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ നോക്കുകയാണെങ്കിൽ MCCയിലാണ്, MCC കൗൺസിലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതിൻ്റെ വെബ്സൈറ്റ് ഐഡി എന്ന് വെച്ചാൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ www.mcc.nic.in അങ്ങനെയാണ് ഇനി ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്റ്റേറ്റിനുമാണ്, നിങ്ങൾ കേരളത്തിലാണെങ്കിൽ അതായത് കർണാടകയാണെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് ID ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ബയോയിലിട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലിട്ടിട്ടുണ്ട്. അത് പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത പറയാൻ പോകുന്നത് ആയുഷ് കോഴ്സുകളാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് MBBSൻ്റെയും BDSൻ്റെയും കാര്യമാണ്. ഇനി ആയുഷ് കോഴ്സുകളാണ്. ആയുഷ് കോഴ്സുകളിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റ് www.aacc.government.in എന്നീ സൈറ്റിലാണ് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊക്കെ പെയ്ഡാണ്, അത് റീഫണ്ടബിളുമാണ്. ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ആയുഷ് കോഴ്സുകൾക്കും പിന്നെ മെഡിക്കൽ കോഴ്സുകൾ, അതോ MBBS BDS ആയുഷ് കോഴ്സ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് വരണ്ടേ. റിസൾട്ടിന് വേണ്ടി ഏത് സൈറ്റാണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ ലിങ്കുകൾ മൊത്തം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അണ്ടറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഓരോ സൈറ്റിൻ്റെയും ഓരോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടുതൽ അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ വേണമെങ്കിൽ, അഥവാ മാംഗ്ലൂരിലേക്ക് വരുന്നതാണെങ്കിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കാണോ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ പല നല്ല നല്ല കോളേജുകൾ ചെറിയ പാക്കേജുകളിൽ കോളേജുകൾ അവൈലബിൾ ആണ്. ആ അവൈലബിളുള്ള കോളേജിൻ്റെ ലിസ്റ്റൊക്കെ അടുത്ത വീഡിയോ നമ്മൾ പറയും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും കോൺടാക്ട് ചെയ്യാം. ആ കോൺടാക്ട് നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഇൻഫോർമേഷൻ എല്ലാവർക്കും നിങ്ങൾ എത്തിക്കുക. അപ്പം ദിസ് ഈസ് സുഫൈൽ സുലൈമാൻ ഫ്രം ഓൺ വ്ലോഗ്സ്. ബൈ.